ഇത് അർജന്റീനയാണ്. അവസാന നിമിഷം അവരെ കരുതിയിരിക്കണം. ഏത് സമയവും തിരിച്ചു വരാനും വിജയം തട്ടിപ്പറിക്കാനും ലയണൽ മെസ്സിയുടെ ഈ സംഘത്തിന് കഴിയും. അല്ലെങ്കിൽ ഈ സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള മത്സരം തന്നെ നോക്കൂ. 1-1 എന്ന സമനിലക്കെട്ടിൽ കളിയുടെ നിശ്ചിത സമയവും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഒക്കെ നിൽക്കുമ്പോഴാണ് ഹുലിയൻ അൽവാരസിന്റെ മനോഹരമായ ഗോൾ പിറക്കുന്നത്. ശേഷം എക്സ്ട്രാ ടൈമിന്റെ ഇഞ്ചുറി ടൈമിൽ ലൗട്ടാരോ മാർട്ടീനസിന്റെ മറ്റൊരു ഗോൾ. രണ്ടും ഇൻഡിവിജ്വൽ മികവ് എടുത്തു കാണിച്ച ഗോളുകൾ. തുടരെ മൂന്നാം മത്സരത്തിലാണ് അർജന്റീന അവസാന നിമിഷം ഗോൾ നേടി വിജയിക്കുന്നത്. മത്സരത്തിൽ ഗോൾ അടിച്ചില്ലെങ്കിലും ആദ്യ ഗോളിന് മക്കലിസ്റ്ററിന് തലവെക്കാൻ പാകത്തിൽ അസിസ്റ്റ് കൊടുത്തും അവസരങ്ങൾ സഹതാരങ്ങൾക്ക് നീട്ടി നൽകിയും സ്വിസ് പോർമുഖം വിറപ്പിച്ചും മെസ്സി കളം നിറഞ്ഞു. അർജന്റീന ഈ ലോകകപ്പിൽ നേരിടുന്ന ഫുള്ളി പാക്ഡ് ആയ ആദ്യ ടീമായിരുന്നു സ്വിസ്. ഒരു ഗോൾ വഴങ്ങിയിട്ടും വിട്ടുകൊടുക്കാതെ പൊരുതിയതിന്റെ ഫലമായിരുന്നു ആ സമനില ഗോൾ. എന്നാൽ ചാമ്പ്യൻ മൈൻഡ് പുറത്തെടുത്ത് നിലവിലെ ചാമ്പ്യന്മാർ മത്സരം സീൽ ചെയ്തു. ആദ്യ പകുതിയിൽ മഞ്ഞക്കാർഡ് ഏറ്റുവാങ്ങിയിട്ടും രണ്ടാം പകുതിയിൽ അഭിനയ സാഹസം കാണിച്ച് റെഡ് കാർഡ് വാങ്ങിപ്പോയ എംബോള ടീമിനെ പ്രതിരോധത്തിലാക്കി. 72 മിനിറ്റ് മുതൽ 50 മിനിറ്റോളം 10 പേരായാണ് അവർ കളിച്ചത്. കീഴടങ്ങിയതാകട്ടെ അവസാന 10 മിനിറ്റിലും. ഇനി അർജന്റീനക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. ഹാളൻഡിന്റെ നോർവേ അടക്കം കെട്ടുകെട്ടിച്ചാണ് അവരുടെ വരവ്. സെമി പോരാട്ടം സ്കലോണിക്കും സംഘത്തിനും അത്ര എളുപ്പമാവില്ല. അപ്പോഴും അത് അർജന്റീനയാണല്ലോ. അവസാനം വരെ അവർ പോരാടിയിരിക്കും.